എന്താടി നീ പ്രിൻസിപ്പളിന് കംപ്ലൈന്റ് കൊടുത്ത് എനിക്ക് സസ്പെൻഷൻ ഉണ്ടാക്കലോടി അവളുടെ ഷോ നീ തെണ്ടിത്തരല്ലോടെ കാണിച്ചത്. അതെടി ഞാൻ ഇനിയും കാണിക്കോടി നീ എന്ത് ചെയ്യും എന്താടി കാണിച്ചു തരാം. നീ വാ കാണിക്ക് ഞാൻ കാണാപ്പോ നീ വാ മര്യാദയ്ക്ക് ഒരു സസ്പെൻഷന് തീരേണ്ട പ്രശ്നമായിരുന്നു. അവിടെ കിടന്ന് അന്ന് അത്രയും ഷോ കാണിച്ചുകൊണ്ടല്ലേ അവർ ഡിസ്മിസിൽ അടിച്ചു തന്ന്. അന്ന് അവളാ ചെയ്തത് നമ്മൾ എത്രയെങ്കിലും ചെയ്യണ്ടായിരുന്ന. അതൊക്കെ ഓക്കെ, പക്ഷെ അന്ന് ഞാനും പറ്റില്ലേ, എനിക്കും ഡിസ്മിസലായി. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ പണി ഇങ്ങനെ നിന്റെ തലയ്ക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇതാണ് പറയണ കർമ്മ ഇസ് എ ബൂമറാങ്, റൈറ്റ്? ഡേ എന്നെ ഓരോന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് എരി കെട്ടിട്ട് ഇപ്പൊ നീ നല്ല പിള്ളയാ വേണ. അത് ആ സമയത്ത് ഓരോ ചെറിയ ചെറിയ ചാബല്യങ്ങളില്ലേ. പക്ഷെ നമ്മളിനി എന്ത് ചെയ്യും? ഇതിനെല്ലാം കാരണം അവനാ, ജോലി ചെയ്ത് സമ്പാദിക്കുന്ന എൻ്റെ ചേട്ടൻ. മോനാണല്ലേ? അതെ. മോളെ വിളിക്കട്ടെ? ആ ആര്യേ, ഇവിടെ കാണാൻ എന്തോ ഒരു വശവശ, ഈ ബന്ധം നമുക്ക് വേണ്ട. ഉണ്ടാടാ. അല്ല, നിങ്ങൾ ഒരു കോളേജിലല്ലേ പഠിച്ചത്? എനിക്ക് ഓർമ്മയൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശരണം തന്നെയല്ലേ ഇപ്പോഴും പേര്? പേരൊക്കെ തന്നെ, പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടുപരിച്ചില്ല. പിന്നെ ഈ സ്മാർട്ട് ബോയ്സിനെ കോളേജിലെല്ലാവരും കാണുമല്ലോ, അതായിരിക്കാം. ക്വൈറ്റ് നാച്ചുറൽ. കൊണ്ടുവരണ്ടായിരുന്നു. മോൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? മോന് കുറച്ച് പേപ്പർ എഴുതിയെടുക്കാറുണ്ടേ, അതിൻ്റെ പ്രിപ്പറേഷനില്ല. മോളെ ജൂനിയർ ആയിരുന്നു? അല്ലച്ചാ, ഞങ്ങൾ സെയിം ബാച്ചായിരുന്നു. മോള് കോഴ്സും കഴിഞ്ഞ് ജോലിക്കും കയറി കുറേ കൊല്ലമായല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് എൻ്റെ അനിയനെ ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പഠിച്ച് തറവാക്കി എടുക്കാൻ കുറച്ച് കാലം എടുക്കും, അതുകൊണ്ടാണ്. ഇല്ലടാ, പെണ്ണെ ഇഷ്ടപ്പെട്ടാ? ഓ, ഗാലറി നമുക്ക് എതിരായ സ്ഥിതിക്ക് ഇനി എന്താ പ്ലാൻ? എൻ്റെ ചേട്ടൻ്റെ ലൈഫിലോട്ടുള്ള അവളുടെ എൻട്രി അതങ്ങ് ബ്ലോക്ക് ചെയ്യണം. നടക്കും ഇതുവല്ലോ? നടക്കുമല്ല, ഓടും. അവളെ ഞാൻ ഓടിക്കും. അവസാനം നിന്നെയും കൊണ്ട് ഞാൻ ഓടാതിരുന്നാൽ മതി. അനാവശ്യം പറഞ്ഞോണ്ടില്ല. ഞാൻ ചോറൊന്നും ഉണ്ടാക്കി തടിയണം നോക്കല്ലോ, ഒരു ഒറ്റ എണ്ണം വച്ചിരിക്കേ. എൻ്റെ പൊന്നേട്ട, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കേ. അയ്യടാ, സപ്ലി അടയ്ക്കാന്ന് പറഞ്ഞ് എൻ്റെ പൈസയും വാങ്ങിച്ച് വർക്കലപ്പോൾ റൂം എടുത്ത് അടിച്ചു കൊടുത്താൽ നിന്നെ ഞാൻ ഇനി വിശ്വസിക്കാം. ചേട്ടാ, അത് 2-3 ആഴ്ച മുമ്പത്തെ കാര്യമല്ലേ, അതൊക്കെ എന്തിനു ഓർത്ത് വെച്ചേക്കണം ചേട്ടാ. ഇത് അതുപോലല്ല ചേട്ടാ. ആര്യക്ക് കോളേജ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവൾ എൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ചേട്ടാ, എന്നാൽ അത് മാത്രമല്ല, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചേട്ടനടുത്ത് പറയും. ചേട്ടാ, ഞാൻ അവളെ രാത്രി പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത്. ചേട്ടാ, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന അവൾ കടക്കൂട്ടത്ത് വെച്ചല്ല, നീ പിന്നെ നെയ്യാറ്റിക്കര വെച്ച് കാണും. ഇത്താ പോടോ, നിങ്ങൾ അവളെ കെട്ടണ്ട. നിങ്ങളുടെ കാരണം ഞാൻ മുടക്കും. അവിടെ എന്തോ സൗണ്ട്? ഒന്നുമില്ലമ്മ, ഒരു ഉപയോഗമില്ലാത്ത പൂച്ചയല്ലേ അതിനൊരെണ്ണം കൊടുത്തത്. അത് ഏതായാലും നന്നായി. ചിലതിന് കിട്ടേണ്ടത് കിട്ടിയാലേ ശരിയാവുള്ളൂ. സത്യം. എന്താ? എനിക്ക് ജീവനുണ്ടെങ്കിൽ തന്നെ കല്യാണം ഞാൻ നടത്തുള്ളൂ. ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഏതോ ഊക്ക സാധനം ഇരിക്കുന്നു. 3 പേർക്ക് കൊണ്ടുവന്നതാണ്. ഒരു ഉറുമ്പ് പിടിക്കണ പിടുത്തം പോലും ഇല്ല. നിനക്ക് എവിടെ നിന്ന് കിട്ടണ്ടേ ഇതൊക്കെ? ഞാൻ ഇത് തന്നെ ഒപ്പിച്ച പാട് എനിക്കറിയാം. നിങ്ങളത് അടി. അതൊക്കെ ഓക്കെ. വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി പഠിച്ച പേല തൂക്കും. എന്ത് ചെയ്യേ? അത് പറഞ്ഞപ്പോഴാണ്, ഇന്ന് രാത്രി നമ്മൾ എവിടെയാണ് സ്റ്റേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? നിങ്ങളിവിടെ വന്നോ? തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറൊക്കെ ആയോ നിനക്ക്? അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം എടുത്താം. നിന്റെ ചേട്ടൻ താലിയിട്ടണ കറക്റ്റ് സമയത്ത് എങ്ങോട്ട് പോയടാ? അത് അവിടെ നിന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടേ അല്ലേ അളിയ? വല്ലാത്ത അവസ്ഥ തന്നെയല്ലേ അവൻ്റെ. സത്യം പറയല്, ഞാനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോയനാ. ഞാനാണെങ്കിൽ ഇവിടെ നിന്നൊരു ചാടുവേ. നീയൊക്കെ നോക്കിക്കോ,
ഞാൻ അവളെ അധികം കാലം ഇവിടെ വാഴിക്കില്ല. ഡേയ്, ഈ കല്യാണം മുടക്കുമെന്ന് നിന്റെ അടുത്ത് എത്ര എണ്ണം പറഞ്ഞടാ? 3 times. ഡേയ്, ഇത് ഞാൻ ശരിക്കും പറയണത്, ഈ സരിനാ പറയണത്. നോക്കിക്കോ. അല്ലയാ കൂടാ. നമുക്കൊരു ആരെയും കൂടെ എടുത്താലേ? അയ്യോ, നിന്നെ ഇവിടെ നിന്ന് എടുത്തോണ്ടാവുക ആരെ വിളിക്കട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു നമ്മള്. അതിനിടയ്ക്ക് അവൻ ആരെ എടുക്കണം? ഇവന്റ് മാനേജ്മെന്റ് ടീം കൊള്ളാല്ല. ചൂട്. അയ്യേ, നീ എന്ത് എന്റെ റൂമില്? നിന്റെ റൂമോ? എന്റെ റൂം? അതിനി നിന്റെ റൂം അല്ലല്ലോ. പിന്നെ അതായത് ഞാനും എൻ്റെ ഭർത്താവും ഇന്നോട്ട് താമസിക്കാൻ പോകുന്ന റൂം. അതെങ്ങനെ ശരിയാവും? എന്റെ സാധനങ്ങളൊക്കെ ഈ റൂമിൽ ഇരിക്കുമല്ലേ? അതൊക്കെ എപ്പോഴും എടുത്ത് പുറത്തോളാം. ആര്? ഞാൻ വേറെ ആരും. ഡേ, ഇത് എന്റെ മുറി, എന്റെ സാധനങ്ങൾ നീ ആരോട് വെച്ചിട്ട് കളഞ്ഞ്? വേണമെങ്കിൽ വേറെ അങ്ങോട്ട് പോ. ഇവനിവിടെ അത് ചേട്ടാ, അവൻ നമുക്ക് വിശ്വസ് തരാൻ വേണ്ടി വന്നത്. വെൽക്കം. ചേട്ടാ, ചേട്ടന്റെ ആദ്യ രാത്രി ചേട്ടന്റെ മുറി പോയി ചേട്ടൻ ആഘോഷിക്കും. എന്താ അല്ല, എങ്ങോട്ടെങ്കിലും പോ, ഇത് എന്റെ മുറി. അങ്ങനെ മോനെ, ഒരു കൊല്ലം മുമ്പ് ഞാൻ ഹൈദരാബാദിൽ ട്രെയിനിങ്ങിന് പോയപ്പം നിനക്ക് AC കിടക്കണമെന്ന് പറഞ്ഞാൽ നീ ഇതിൻ്റെ അകത്തോട്ട് കൈ എറിയും. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നീ മുറി പൂട്ടിക്കൊണ്ട് ട്രിപ്പിന് പോവുകയും ചെയ്തു. അന്ന് പിന്നെ ഞാൻ വിട്ട് കളഞ്ഞതേ ഉള്ളൂ കേട്ടാ. ചേട്ടനെല്ലാം മനസ്സിലുണ്ടല്ലേ? പിന്നെ എന്നാലും നിങ്ങൾ പൊക്കോ. അല്ല, കുട്ടികളൊക്കെ പുറത്ത് പോ. അല്ല ചേട്ടൻ, ഞാൻ പോല. ഞാൻ പോല. ഗുഡ് നൈറ്റ്. ചേട്ടാ, എന്താടാ? എന്ത്? അല്ലടാ, ഞാൻ ആ റൂമിൽ പോയപ്പോൾ അവിടെ ഭയങ്കര ചൂട് കാരണം അവിടെ കാറ്റുകളുണ്ട്. ഇങ്ങോട്ട് വന്ന കിടക്കാൻ. അവനെ കണ്ട്. എന്ത്? ഇറക്കി വിട്ടതേ കണ്ട്. അതെ, ഗ്യാപ്പുണ്ട്, കിടന്നോ. ചെറിയൊരു ഗ്യാപ്പില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ഡേയ്, ഇന്ന് റൂമിൽ നിന്ന് ഇറക്കി വിട്ടവളെ നാളെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവളും നല്ല പേടിയുണ്ടല്ലേ? പിന്നെ അവളായതുകൊണ്ട് കൺഫേം ആയിട്ട് ഇറക്കിയിടും. മോളെ, അരുണോ ഒന്ന് കാപ്പി കുടിക്കാൻ പറ്റുമോ? അല്ല, അമ്മേനെ എന്ത് ചെയ്യാൻ പോണോ? ഇളയവന് ചപ്പാത്തി ഇഷ്ടമല്ല, അതുകൊണ്ട് ഉരട്ടി ബുൾസ ഇടാൻ പോണം. അവന് മാത്രം എന്താ ഇത്ര സ്പെഷ്യല്? അമ്മയ്ക്ക് ഇനി അതൊക്കെ പാടല്ലേ. അതേ കല്യാണത്തിന് ഓടി കിടന്ന് അമ്മയ്ക്ക് കാല് വയ്യാത്ത ഞാൻ കണ്ടതാ. അമ്മ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം പോയി റെസ്റ്റ് എടുത്തു. അടുക്കളയിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എവിടെ എവിടെ? എന്തോടാ? എന്റെ ഉറട്ടി എവിടെ? സാറിന് എല്ലാവർക്കും ഒരേ ഫുഡ് കഴിച്ചാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, എല്ലാവരും ഉറട്ടി കഴിച്ചോ. ഇവിടെ ഉറട്ടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വയ്യാത്ത അമ്മയെ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ചേട്ടാ, ചേട്ടനോടും കൂടിയാ. നിങ്ങൾ രണ്ടുപേരുണ്ടായിട്ട് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന കുറച്ച് കഷ്ടമാണ് കേട്ടോ. മോളെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. അമ്മയെ മാത്രമല്ല അമ്മ, ഈ വീട്ടിലെ എല്ലാവരെയും ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതെ, നീ മനസ്സിലാക്കാതിരിക്കുക, എന്ത് വേണേലും ചെയ്യും. എനിക്ക് ഉറട്ടി വേണം കേട്ടടി. ചേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനമാണ്. അവരെയാണ് പോയി എടി പോടിയെന്ന് വിളിക്കുന്നത്. നിനക്ക് നിന്റെ ചേട്ടനെയാ വിലയില്ല. വന്നു കയറിയ പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഏയ്, അത് സാരമില്ലമ്മ, അവൻ്റെ അറിവില്ലായ്മ ഉണ്ടല്ലേ. കണ്ടോടാ, കണ്ട് പടി. നീ ഇങ്ങനെ കാണിച്ചിട്ട് അവളെ നിന്റെ അടുത്ത് പെരുമാറുന്ന കണ്ടെന്നുണ്ടാ? എനിക്ക് ഫുഡ് വേണ്ട. ഓക്കെ. ഓ അതെ, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഫുഡ് വേസ്റ്റ് ആക്കരുത്. ഞാൻ കഴിച്ചോളാം കേട്ടാ. എല്ലായിടത്തും കൊണ്ടുപോയി. അളിയ, ഇത് മനഃപൂർവ്വമാണ്. അവളെ എങ്ങനെങ്കിലും പുകച്ച് പുറത്തേ അടിച്ചേ പറ്റൂ. ഇന്ന് അവൾ എൻ്റെ അന്നം മാത്രമല്ലടാ മുടക്കിയത്,
പിന്നെ എന്തിനാടാ കാശെടുത്തത്? എന്തിനാ ഇതിനൊക്കെ നിന്നെ ബോധിപ്പിക്കണോ? നീ പൊടി. നാണം ഇല്ലടാ കാശ് വെക്കാൻ. നിന്റെ കാശൊന്നല്ല എടുത്തത്, എൻ്റെ ചേട്ടൻ്റെ കാശല്ലേ. നീ ആര് ചോദിക്കാൻ? ചേട്ടനൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ എന്റെ ഭർത്താവ് കൂടിയാ. അപ്പൊ എന്റെ അടുത്തും ചോദിക്കണം. പിന്നെ ആരുടെ ആയാലും മോഷണം തന്നെയാ. കള്ളൻ. എന്നെ വെറുതെ കള്ളെന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. അല്ലടാ, ആരും ഇല്ലാത്ത സമയത്ത് റൂമിൽ കയറി മോഷ്ടിച്ചവനെ ഞാൻ സത്യമാരാന്ന് വിളിക്കാം. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല ഏട്ടാ. ചേട്ടൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തപ്പോഴേ അത് ചോദിച്ചിട്ട് എടുത്തൂടെ എന്ന് ചോദിച്ചതാ. ഇത് സ്ഥിരം പരിപാടിയാണ്. കണ്ണ് തെറ്റിയാ കക്കും. വിട്ടേക്കേട്ടാ, അവന് വേറെ ഇൻകം സോഴ്സ് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ. എടി അതുണ്ടാവണമെങ്കിൽ വല്ല പണിക്കും പോകണം. ഇത് ഏത് നേരം മൊബൈലിൽ കളിച്ചവൻ്റെ. ഹലോ, നിന്ന് പുഴുക്കാതെ ഇറങ്ങിപ്പോടാം. നിനക്കുള്ള തരാട്ടാ. ഓ ആയിക്കോട്ടെ. അപ്പം പണി കിട്ടി തുടങ്ങിയെന്നർത്ഥം. ഡേ, നിന്നെ അറിയാമെന്നുണ്ടോന്ന് ചോദിക്കുക. ശരിക്കും എന്താ പ്ലാൻ? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ ഡേ. മോളെ, ഞാൻ കട വരെ ഒന്ന് പോയിട്ട് വരാം. അയ്യോ, കുറേ സാധനം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നല്ലേ. എനിക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ വന്നേനെ. അത് സാരമില്ല, ഞാൻ പോയിട്ട്. ആ ഇവ ഇവിടെ ഉണ്ടായിരുന്നാ? അമ്മ എവൻ്റെ അടുത്ത് പോയി വാങ്ങാൻ പറ. എവിടെ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. പബ്ജി അല്ലേ? ഇവനെ പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല മോളെ. ചുക്ക് വാങ്ങിക്കാൻ പറഞ്ഞ് ഞാൻ ചുടാൻ വാങ്ങിച്ചിട്ട് പറഞ്ഞ ചെറുക്കനാ. കണ്ട, അതാണ്. അമ്മ ഒരു മിനിറ്റേ. നിനക്കെന്താ പോയാല്? നീ എത്ര നാളിങ്ങനെ കള്ളച്ചോറുകൊണ്ട് നിൽക്കും? ഹലോ, ഞാൻ എൻ്റെ വീട്ടിലല്ലേ നിൽക്കണത്. അല്ല, നിനക്കെന്ത് തോന്നുന്നു? നീ തിന്നുന്നതേ എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ. അപ്പൊ ഞാൻ ചോദിക്കും, എൻ്റെ ചേട്ടനായ പിന്നെയാണ് അവൻ നിന്റെ ഭർത്താവായത്. പഴയ ചുരുക്കെടുക്കാൻ വന്നാലേ ഓർക്കിക്കളയും കേട്ടാ. ആ, പോടെ ഇറക്ക. അന്നേ നിനക്ക് എൻ്റെ അടുത്ത് മുട്ടി നിൽക്കാൻ പറ്റില്ല, പിന്നെയാണ് ഇപ്പൊ. നിർത്തരുത് എൻ്റെ ഭരണം. ഞാൻ എങ്ങും പോണില്ല. എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് പറ്റില്ല, നീ ഇറങ്ങിപ്പൊടി. ആരത്താണ് നീ കൈ കൊണ്ട് സംസാരിക്കണത്? ഏയ് ഒന്നുമില്ല ഏട്ടാ, അമ്മയ്ക്ക് വയ്യാത്തോണ്ടൊന്ന് കടയിൽ പോകാൻ വേണ്ടി പറഞ്ഞേനാ. ഈ അമ്മയാണ് അവനിങ്ങനെ വളർത്തി പാഴാക്കി കളഞ്ഞത്. പോത്ത് പോലെ പറഞ്ഞത് കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പോലും പറഞ്ഞൂടാ. അതെ, നീയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന വെച്ച് ഒരുപാട് അങ്ങ് അടച്ചാക്ഷേപിക്കല്ലേ. എനിക്കുണ്ട് സെൽഫ് റെസ്പെക്റ്റ്. സെൽഫ് റെസ്പെക്റ്റ്? എടാ, സ്വന്തം ചെലവിന് പൈസ ഉണ്ടാക്കാൻ പറ്റാതെ നിനക്ക് എന്തോ സെൽഫ് റെസ്പെക്റ്റ് ആണുള്ളത്. പിന്നെ ഇന്ന് മുതൽ എൻ്റെ ചെലവിൽ കുളിച്ചുകൊണ്ട് സൂഹിക്കാൻ നീ വിചാരിക്കണ്ട, കേട്ടല്ല? എനിക്കത് നിന്റെ ഔദരം വേണ്ടെങ്കിലോ? ഒരുത്തി വന്നു കയറിയപ്പോൾ ഇവന്റെ സ്വഭാവം മാറിയുണ്ടോ അമ്മ? അവൻ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? അമ്മ 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 ഓടിനെ അങ്ങനെ പറയല്ലേ. ഒന്നാതെ അവൻ വെയിലും കൊള്ളാതെ AC-ൽ കിടന്ന് വളർന്നതല്ലേ. ഈ വാശി ഇങ്ങനെ വീട് വിട്ടുപോയാൽ പട്ടിണി കിടന്ന് ചത്തു. പാവം. ഓ, 4 കാശുണ്ടാക്കിയ അഹങ്കാരത്തില്ലേ നീക്ക് ഈ പറയുന്നേ? ഈ വീടിൻ്റെ ചുവരുകളും ഇവിടുത്തെ ക്ലോക്കും സാക്ഷിയും ഞാൻ പറയുന്നു. നിങ്ങളെക്കാട്ടും കാശുണ്ടാക്കിയിട്ട് ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടു. നോക്കിക്കോ, നോക്കിക്കോ. എന്ത് പോണില്ലേ? ഞാൻ പോണ്. ഓ, ഓ മാമ, വേറെ പ്രശ്നമൊന്നുമില്ല, ഡീസൻ്റാ. ആ ഓക്കെ. മാമൻ്റെ വീട് ശരിയാക്കിയിട്ടുണ്ട്. അഡ്വാൻസ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ വാടകയ്ക്ക് എന്ത് ചെയ്യും? അവൻ്റെ കോപ്പിലെത്തും ചാലഞ്ച്. എടാ, എന്താണേലും സെറ്റാക്കിയേ പറ്റൂ. എടാ, ഓണമൊക്കെ അല്ലേ പറഞ്ഞേ. കയ്യിലാണെങ്കിൽ 5-ൻ്റെ പൈസ ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടെ നിൻ്റെ ചിലവും കൂടെ ഞാൻ എങ്ങനെ നോക്കണ്ട? എടാ, നീ അന്നൊരു ടീഷർട്ട് പ്രിൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞായിരുന്നു. നമുക്കതും നോക്കിയാലോ? അത് സംഭവം അടിപൊളിയാണ്. വർക്ക് സ്പേസും കിട്ടും. പക്ഷെ അതിന് നല്ല ഫണ്ട് വേണം. നമ്മളിൽ അതാണല്ലോ ഇല്ലാത്ത. എടാ, നമുക്കത് ആരുടെയും കയ്യിൽ നിന്ന് പലിശക്ക് എടുത്താലോ? പലിശക്ക് എടുക്കാനാ? അവസാനം അതും വള്ളിയാവൂലേ? എടാ, ഒരു വള്ളിയും ഇല്ല. എനിക്ക് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടേ പറ്റൂ. അവസാനം ഞാൻ പെടാതിരുന്നാൽ മതിയായിരുന്നു. ഡേയ്, നമ്മൾ വിചാരിച്ച പോലെയല്ല, ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാറുണ്ട്. ശരിയാക്കി എടുക്കടാ.
എന്തായാലും സ്വന്തമായിട്ടൊരു ബിസിനസ് സെറ്റായല്ലോ, അത് തന്നെ ആശ്വാസം. മറ്റേ പ്രിന്റിങ്ങിൻ്റെ മെഷീൻ എവിടെ? ആ നീ വാ കാണിച്ചു. ചെറുതോ വലുതൊന്നും ആരും നോക്കില്ല, നീ ഓർഡർ സെറ്റാക്കിയ പോയി. മുതലാവത്തില്ലേ? ஹலோ தம்பி, நான் நாகர்கோவில் செல்வராஜ் பேசுறேன்ப்பா. சொல்லுங்க சார். நீ அனுப்புற டிஷர்ட் நல்லா இருக்கு, டிசைன் எங்களுக்கு பிடிச்சி போச்சு. ஓகே, ஒரு 5000 டிஷர்ட் கன்ஃபார்ம். தேங்க்யூ சார். ആ മേഡം ഞാൻ കൊറിയർ അയച്ചിട്ടുണ്ടേ. ശരി മേഡം, താങ്ക് യു. ഹലോ, ഓക്കെ വന്നാൽ മതി. ഓക്കെ ശരി, താങ്ക് യു. ആഹാ, നീ എപ്പോ വന്ന? ഇരിക്കേ. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. നീയല്ലേ പറഞ്ഞേ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയ പട്ടിണി കിടന്ന് മരിക്കുന്നൊക്കെ. ഞാനിപ്പോൾ വന്നതേ ഈ വീട് വിൽക്കുന്നുണ്ടെന്ന് അറിയാനാ. വീട് വിൽക്കാനാ? നിനക്കത് വട്ടാടാ. ഇതാര്? വാത്സല്യത്തിലെ മമ്മൂട്ടിയാ? നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എല്ലാവർക്കും എന്നെ പണ്ട് പട്ടി വിലയിരുത്തല്ല. എനിക്ക് ജോലി ഇല്ലെന്നും സാലറി ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ എൻ്റെ കമ്പനിയുടെ 1 മാസത്തെ പ്രോഫിറ്റ് നിങ്ങളുടെ 2 പേരുടെ സാലറിക്കാട്ടും 50 times ആണ്. നല്ല കാര്യം. നീ മിണ്ടരുത്. നല്ല പളുങ്ക് പാത്രം പോലെ അല്ല വേണ്ട, നല്ല അമ്പലപ്പുഴ പാൽപ്പായസം പോലത്തെ ഈ കുടുംബത്തിൽ വാളംപുളി പിഴിഞ്ഞൊഴിച്ചവളാ നീ. നീ മിണ്ടരുത്. ഇപ്പം മാത്രമല്ല പണ്ടും. അമ്മയ്ക്കറിയോ എൻ്റെ ജീവിതം ഒന്ന് നശിപ്പിച്ചത് ഇവളാ. അന്ന് എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി എന്തിനാന്ന് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? നീ എന്തോന്നാ വിചാരിച്ചേ? ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നാ. ആര് നീ സാറിനോട് ശരിക്കും പ്രശ്നം എന്തോ തോന്നുന്നു? അവ ഇപ്പോൾ ഈ കല്യാണം മുടക്കമെന്നൊക്കെ പറഞ്ഞു കിടക്കുകയാണല്ലോ. അത് വേറൊന്നുമല്ല. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ റാഗ് ചെയ്തു. അത് സ്ഥിരമായപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് HOD കാണിച്ചു. പക്ഷെ അവനെ കോളേജിൽ നിന്ന് പുറത്താക്കിയത് അവൻ അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സാം എഴുതുന്നതുകൊണ്ടൊക്കെയാണ്. എന്നാൽ ഇപ്പോഴും അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കാരണം അവനെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന്. അവ ഈ ജന്മത്തിൽ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ എനിക്കിപ്പോൾ ഇല്ല. ചേട്ടാ, അവ ഇങ്ങനെ ആയതിൻ്റെ മെയിൻ കാരണം ചേട്ടൻ തന്നെയാണ്. അവ ഒന്നും ചെയ്തില്ലെങ്കിൽ അവൻ്റെ എല്ലാ ചിലവുകളും ചേട്ടൻ നോക്കുന്നുണ്ട്. അവനെ ഇനിയും മാറ്റിയില്ലെങ്കിൽ അവൻ്റെ ഫ്യൂച്ചർ എന്താവുമെന്ന് ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പോണ്. മക്കളെ, അവൻ തനിച്ച് എങ്ങനെ ജീവിക്കുക? അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ? അമ്മ, ഇത്രയും കാലം നമ്മൾ പറഞ്ഞിട്ടും അത് മനസ്സിലാക്കിയോ? ഇല്ലല്ലോ. ആര് പറഞ്ഞതല്ലേ, ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസാണ്. അമ്മ സ്നേഹക്കൂടുതൽ കാരണം തിരിച്ചു വിളിക്കായിരുന്ന മതി. ചിലപ്പോൾ നാട്ടുകാരും അറിയുമായിരിക്കും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചേട്ടൻ്റെ ഭാര്യ അനിയനെ ഇറക്കി വിട്ടുവെന്ന്. ആ നാണക്കേട് ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ നമ്മളിപ്പോൾ ഒരുമിച്ച് നിന്നാൽ അവൻ ലൈഫിൽ രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. എടാ, അവ അവിടെ നിന്ന് പൈസ വലിച്ചെടുക്കാൻ നിൽക്കുകയാണെന്ന് കേട്ടു. നീ ഇത് അവനോണ്ട് കൊടുക്ക്. ഞങ്ങൾ തന്നാണെന്നൊന്നും പറയണ്ട. നീ എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. ശരി. നീ വെറുപ്പോട് കാണുന്ന ഇവളുണ്ടല്ലോ, ഇവള് തന്ന കാശ് കൊണ്ട് നീ ബിസിനസ് തുടങ്ങിയ. എടാ, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു വാശിയില്ല. നിനക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ടല്ലേ ഈ ബിസിനസ് സക്സസ് ആയത്. നിൻ്റെ ഈ കുറേ തല്ലിപ്പൊളി കൂട്ടുകെട്ടും വീട്ടിൽ നിന്നുള്ള ഓവർ പാമ്പറിങ്ങും കാരണം നീ ഇങ്ങനെ വഷളായിപ്പോയത്. നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാനല്ലേ ഞാനിങ്ങനെ നിന്നെ വെറുതെ ചൊറിഞ്ഞത്. അല്ല ചേട്ടത്തി, നീ ഇനി ചേട്ടത്തി എന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. പിന്നെ ബിസിനസ്സൊക്കെ പച്ച പിടിച്ച സ്ഥിതിക്ക് എൻ്റെ പൈസ മര്യാദയ്ക്ക് തിരിച്ചു തന്നോളണം. പലിശയും കൂടെ ചേർത്ത്. ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാർ ജീവിക്കുന്നത് തന്നെ അവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ്. കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും അറിയിക്കാതെ ചോദിക്കുന്നതെല്ലാം കൈകളിൽ എത്തിച്ചു കൊടുത്ത് അവരെ സ്നേഹിച്ചും ലാളിച്ചും വഷളാക്കി ഈ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മറ്റാരുമല്ല,
അവരവരുടെ വീട്ടുകാർ തന്നെ. എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല, വീട്ടുകാർ നോക്കിക്കോളൂ എന്നുള്ള ചിന്ത. ആ ഒരു സേഫ്റ്റി നെറ്റ് ഇവരെ മടിയന്മാരാക്കുന്നതിനോടൊപ്പം അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് അവർ തന്നെ തിരിച്ചറിയാതെ പോകാൻ കാരണമാവും. ഒരു വിത്ത് അതിൻ്റെ കട്ടിയുള്ള പുറന്തോട് പൊട്ടിച്ച് പുറത്തു വന്നാൽ മാത്രമേ അത് വലിയൊരു മരമായിട്ട് മാറുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഇനിയെങ്കിലും മക്കളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവരെ കംഫർട്ട് സോണുകളിലേക്ക് തള്ളിവിടാതെ അവരെ ആത്മവിശ്വാസത്തോടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക. അവർ കുറച്ച് കഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ താഴെ വീണേക്കാം, പക്ഷേ സ്വന്തം കാലിൽ പൊരുതി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് അവരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഇനി ലൈഫിൽ നിങ്ങൾ ഇൻസൾട്ടുകൾ ഫേസ് ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ ജയിക്കാനുള്ള ഫ്യൂവലായിട്ട് നിങ്ങൾ മാറ്റും. ഇത്തരം വീഡിയോസ് പലരെയും മാറി ചിന്തിക്കാൻ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന